Hello everyone, it's me Faiz VK. I am from AIMS Nagpur. I am your physics faculty. So we were discussing chapter number 9, properties of mechanical properties of fluids. Okay, fluid mechanics. നമ്മൾ അതില് ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഓക്കെ, നമ്മളെല്ലാം കണ്ടു. നമ്മള് പ്രഷർ ഡിസ്കസ് ചെയ്തു. then we discussed streamline flow. Then we discussed Bernoulli's principle, then viscosity, surface tension. So exercises ഇന്ന് ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ നമ്മൾ സോൾവ് ചെയ്തിരുന്നു. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് സോൾവ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ എന്താക്കാം നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ സോൾവിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ നമ്മൾ ചെയ്തിരുന്നു. സോ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 11. Question number 11. Okay. Question number 11. See. Let me read first. What is C? Can Bernoulli's equation be used to describe the flow of water through a rapid in a river? പറ്റുമോ? സിംപ്ലി പറ്റത്തില്ല. കാരണം എന്താണ്? റിവർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു അൺഈക്വൽ ഫ്ലോ ആയിരിക്കും. കറക്റ്റ്. നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫ്ലോ എന്തായിരിക്കണം? സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം, ലാമിനാർ ഫ്ലോ ആയിരിക്കണം, അല്ലേ? നോക്കിക്കോ, ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ? ഓക്കെ, സി steady flow ആയിരിക്കണം. നോക്ക്, steady flow. Consider a fluid moving in a pipe of varying cross-sectional area. Let the pipe be at varying heights. Okay. നോക്കിയോ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് steady flow ആയിരിക്കണം. നോക്ക്, steady flow ആയിരിക്കണം. റിവറിൽ steady flow ആവോ? ഇല്ല, റിവറിൽ steady flow ആവത്തില്ല. കാരണം റിവർ ബെഡിലുള്ള ഒരു വ്യത്യാസം കാരണം steady flow ആയിരിക്കത്തില്ല. കറക്റ്റ് അല്ലേ? യെസ്. So we cannot apply Bernoulli's principle to the flow of water in a river. So to the flow of water in a river, we cannot apply what? We cannot apply Bernoulli's principle. So that is done. Next, 12. Does it matter if one uses gauge pressure, gauge, instead of absolute pressure in applying Bernoulli's equation? പകരം നമ്മൾ ഗോജ് പ്രഷർ യൂസ് ചെയ്താൽ എന്തെങ്കിലും മാറ്റം വരുമോ ബെർണോളിസ് ഇക്വേഷൻ എന്നാണ് ചോദ്യം. വരുമോ? നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഞാനത് ചെയ്യാം. ഞാനൊരു പുതിയ PDF എടുത്തിട്ടുണ്ട്. സോ ഇതിൽ ബ്ലാങ്ക് സ്പേസ് കിട്ടും, ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ. ഓക്കെ, സ്റ്റോറി എന്താണ്? നമ്മള് ബെർണോളിസ് ഇക്വേഷനിൽ അബ്സല്യൂട്ട് പ്രഷറിന് പകരം ഗോജ് പ്രഷർ യൂസ് ചെയ്താൽ ആ ഇക്വേഷൻ എന്താണ്, എന്തെങ്കിലും മാറ്റം വരുന്നതാണ് ചോദ്യം. This is the question. Does it matter if one uses gauge instead of absolute pressure in applying Bernoulli's equation ആണ് ചോദ്യം. നമുക്ക് ഇവിടെ നോക്കാം എന്തെങ്കിലും മാറ്റം വരുമെന്ന്. സോറി. ഓക്കെ, നോക്കിക്കോ, എന്താണ് ബെർണോളിസ് ഇക്വേഷൻ? ബെർണോളിസ് ഇക്വേഷൻ എന്താടാ? ബെർണോളിസ് ഇക്വേഷൻ എന്താണ്? Bernoulli's equation is simple. We know that pressure plus P plus rho GH plus P plus rho GH plus half rho V square is a constant. P plus rho GH plus half rho V square is a constant. P plus rho GH plus half rho V square is a constant. So നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രഷർ എന്ത് പ്രഷറാണ്? അബ്സല്യൂട്ട് പ്രഷറാണ്, അല്ലെ? നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രഷർ എന്ത് പ്രഷറാണ്? അബ്സല്യൂട്ട് പ്രഷറാണ്. സോ ഇതിനെ ഞാൻ ഗോജ് പ്രഷറിന്റെ ടേംസിലേക്ക് മാറ്റാണ്. ഗോജ് പ്രഷറിന്റെ ടേംസിലേക്ക് മാറ്റാണ്. സോ ആ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് ഇങ്ങനെ എഴുതാം. സോ എങ്ങനെ കിട്ടും? പി ഗോജ് പ്ലസ് ATM, കറക്റ്റ്? PATM അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് rho GH പ്ലസ് half rho V square is a constant. Okay, simple.
സോ സി എനിക്കിപ്പം സി വെറും ഗോജ് പ്രഷറിന്റെ ടേംസിലേക്ക് ഇക്വേഷൻ മാറ്റണം. വെറും ഗോജ് പ്രഷറിന്റെ ടേംസിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ മാറ്റണം. സോ പി ഗോജ് പ്ലസ് റോ ജി എച്ച് പ്ലസ് half rho v square is equal to, say I am taking constant c, constant k minus p atm. So atmospheric pressure ഒരു കോൺസ്റ്റന്റ് അല്ലേ? സോ ആക്ച്വലി എന്താണ്? ഒരു സം അതർ കോൺസ്റ്റന്റ് മാറാണ്, സം അതർ കോൺസ്റ്റന്റ്. സോ ബെർണോളിസ് ഇക്വേഷൻ വല്ല മാറ്റവും വന്നോ? ബെർണോളിസ് ഇക്വേഷന് ഒരു മാറ്റവും വന്നില്ല. സോ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. It does not matter. It does not matter if someone uses gauge pressure instead of absolute pressure. So it does not matter. It does not matter. It does not matter if someone uses gauge pressure instead of absolute pressure. Okay, it doesn't matter if someone uses gauge pressure instead of absolute pressure. Correct alle? Yes. Let's move to the next question. Question number 13. Question number 13 എന്താണ് പറയുന്നത്? Glycerin flows steadily through a horizontal tube of length 1.5 meter and radius 1 centimeter. Okay. If the amount of glycerin collected per second at one end is 4 × 10⁻³ kilogram per second, what is the pressure difference between the two ends of the tube? Okay, pressure difference കാരണം density of glycerin is given 1.3 × 10⁻³ kilogram per meter cube and viscosity of glycerin is 0.83 pascal second. You may also like to check if the assumption of laminar flow in the tube is correct. So ആദ്യം നമുക്ക് pressure difference across the tube കാണണം. പിന്നെ റെയ്നോൾഡ്സ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇത് ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സോൾവ്. നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സി അങ്ങനെ ട്യൂബ് എന്ന് വിചാരിച്ചോ, ഇതാണ് ഗിവൺ ട്യൂബ്. ഓക്കെ, ഈസി അല്ലേ? സോ ഇതിന്റെ അക്രോസിലെ പ്രഷർ ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഇതിന്റെ റേഡിയസ് ഗിവൺ ആണ്. ഇതിന്റെ റേഡിയസ് ഓക്കെ 6 ആയിട്ട് എടുക്കാണ്. റേഡിയസ് ഗിവൺ ആണ്. ഇതിന്റെ ലെങ്ത്, ട്യൂബിന്റെ ലെങ്ത് എൽ എടുത്തു. ട്യൂബിന്റെ ലെങ്ത് എൽ എടുത്തു. സി ട്യൂബിന്റെ ലെങ്ത് എടുത്തു. എന്തെടുത്തു? എൽ എടുത്തു. ഇനി ഫ്ലോ റേറ്റ്, നമ്മൾ ഇക്വേഷൻ എന്താ? ഫ്ലോ റേറ്റ് Q is equal to flow rate Q is equal to R raised to 4 divided by 8 eta L delta P. Correct. ഇതാണ് ഫ്ലോ റേറ്റിനൽ ഇക്വേഷൻ. ഇതാണ് എന്തിനുള്ള ഇക്വേഷൻ? ഫ്ലോ റേറ്റിനൽ ഇക്വേഷൻ. പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 eta L into delta P. So flow rate is equal to pi R raised to 4 divided by 8 eta L into delta P. ഇതാണ് എന്ത്? നമ്മളെ കയ്യിലുള്ള ഫ്ലോ റേറ്റിനുള്ള ഇക്വേഷൻ. ഓക്കെ, ഈസി. സോ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിൽ നോക്ക്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഫ്ലോ റേറ്റ് തന്നിരിക്കുന്നത് സി കിലോഗ്രാം പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് മാസ് പെർ ടൈം. സി കിലോഗ്രാം പെർ സെക്കൻഡ് യൂണിറ്റിലാണ്. സോ എനിക്ക് എങ്ങനെ മാറ്റാം? നോക്കിക്കോ. ഐ നോ ദാറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? എങ്ങനെ മാറ്റം നോക്കിക്കോ. സി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. കറക്റ്റ്. Density is equal to mass by volume. Okay. So I can write volume as equal to mass by density. Doubt undo? Illalo. So volume, see, flow rate means dV by dt. Correct. That only the flow rate. So I can write volume is equal to ingane edhi kuda enikku dm by dt by rho. കറക്റ്റ്. ഈസി അല്ലേ? സോ ഫ്ലോ റേറ്റ് എന്ത് കിട്ടി നമുക്ക്? എന്ത് ഗിവൺ ആണ്? സോ നമുക്ക് സി ഡി വി ബൈ ഡി ടി, സി ഡി എം ബൈ ഡി ടി ഗിവൺ ആണ്. എനിക്ക് ഡി വി ബൈ ഡി ടി കാണണം. ദാറ്റ് ഈസ് ദ ക്യൂ. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് ഹൗ മച്ച്? ദാറ്റ് ഈസ് ഗിവൺ ആസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 × 10⁻³ kilogram per second. സോ 4 × 10⁻³ kilogram per second. സോ ഡി എം ബൈ ഡി ടി എത്ര തന്നിരിക്കുന്നത്? 4 × 10⁻³ 4 × 10⁻³ 4
4 into 10⁻³ kilogram per second divided by density ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? dV/dt. അതായത് എന്ത് തന്നെയാണ് ഇത്? ഫ്ലോ റേറ്റ്. സോ ഡെൻസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? ഡെൻസിറ്റി ഈസ് ഗിവൺ ഡെൻസിറ്റി 1.3 into 10⁻³ 1.3 into 10⁻³. സോ ഇത് സോൾവ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 3.08 into 10⁻⁻6 meter cube. That is volume by second. Correct. So എനിക്ക് എന്ത് കിട്ടി? ഫ്ലോ റേറ്റ് കിട്ടി. സോ ഫ്ലോ റേറ്റ് കിട്ടി. എനിക്ക് എന്താണ് കാണേണ്ടത്? ചേഞ്ച് ഇൻ പ്രഷർ. സി പ്രഷർ ഡിഫറൻസ് അക്രോസ് ദ ട്യൂബ്. സോ പ്രഷർ ഡിഫറൻസ് അക്രോസ് ദ ട്യൂബ് ΔP. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഫ്ലോ റേറ്റ് Q is equal to 8 pi R⁴ divided by 8, not ഇവിടെ പൈ മാത്രം, pi R⁴ divided by 8 eta L into ΔP. So pressure difference ആണ് കാണേണ്ടത്. So ΔP I can write as flow rate Q into 8 eta L divided by pi R⁴. Correct. So എനിക്ക് pressure difference equation കിട്ടില്ലേ? 8 Q into 8 eta L divided by pi R⁴. This is the equation for pressure difference. Correct. Change in pressure across the pressure difference across the tube. So നമുക്കൊരു നല്ല വാല്യൂസ് ഗിവൺ ആണ്. സി റേഡിയസ് ഗിവൺ ആണ്. റേഡിയസ് എത്രയാണ്? ലെങ്ത് 1.5 meter, റേഡിയസ് 1 centimeter. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എഴുതാം. ലെങ്ത് വന്നിരിക്കുന്നത് 1.5 meter, റേഡിയസ് വന്നിരിക്കുന്നത് 1 centimeter. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻² meter അല്ലെ? ലെങ്ത്തും റേഡിയസും ഞാൻ എഴുതി. ഇനി എന്താ തന്നിരിക്കുന്നത്? viscosity of glycerin, that is eta 0.83 pascal second. Viscosity of glycerin, that is eta is given how much? 0.83. So നമുക്ക് ഓരോ വാല്യൂസും കൊടുക്കാം ഇതിൽ. സോ ΔP is equal to ഫ്ലോ റേറ്റ് എത്രയായിരുന്നു? ഫ്ലോ റേറ്റ് വന്നത് 3.08 into 10⁻⁻6 into 8 into eta is 0.83 into length is 1.5 divided by pi R⁴. Pi is actually I can take 3.14 into R⁴, that is 10⁻² whole raised to 4. നമ്മൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രഷർ ഡിഫറൻസ് വരുന്നത് 976 പാസ്കൽ എന്നാണ്. 976 പാസ്കൽ. സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കി കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ പ്രഷർ ഡിഫറൻസ് അക്രോസ് വരുന്നത് 980 പാസ്കൽ. എത്രയാണ് വരുന്നത്? 980 പാസ്കൽ. എത്ര കിട്ടി? 980 പാസ്കൽ. സോ നമ്മൾ പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്തു? നമ്മൾ പ്രഷർ ഡിഫറൻസ് കണ്ടു. ഇനി തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത്? we have to check whether the flow is laminar or turbulent. സോ നമുക്ക് ഫ്ലോ ലാമിനാർ ഫ്ലോ ആണോ അല്ലെങ്കിൽ ടർബുലന്റ് ഫ്ലോ ആണോ കാണാൻ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ റെയ്നോൾഡ്സ് ഇക്വേഷൻ. കറക്റ്റ്. എല്ലാവർക്കും അറിയത്തില്ല റെയ്നോൾഡ്സ് ഇക്വേഷൻ ആർ ഇ ഈസ് ഈക്വൽ ടു റോ വെലോസിറ്റി ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ഈറ്റ. സി ഇത് ലെസ് ദാൻ 1000 ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ലെസ് ദാൻ 1000 ആണെങ്കിൽ ഇത് പെർഫെക്റ്റ്ലി ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ഇത് അബ്സല്യൂട്ട്ലി മീൻസ് പെർഫെക്റ്റ്ലി എന്തായിരിക്കും? ടർബുലന്റ് ഫ്ലോ ആയിരിക്കും. കറക്റ്റ്. So ഇതാണ് ഇക്വേഷൻ. Reynolds number is equal to R is equal to rho Vd by eta. See rho Vd by eta. ഇവിടെ V വോളിയം അല്ല, ഇവിടെ V വരുന്നത് വെലോസിറ്റി ആണ്. D വരുന്നത് ഡെൻസിറ്റി അല്ല, D വരുന്നത് ഡയമീറ്റർ ആണ്. ഓക്കെ. rho Vd by eta. സോ ആ ഇക്വേഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? സി ലാമിനാർ ആണോ എന്ന് കണ്ടുപിടിക്കാം. സോ ആയിട്ട് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ അപ്ലൈ ചെയ്യാം. സോ റെയ്നോൾഡ്സ് നമ്പർ is RE. Reynolds number we know that rho Vd by eta. So density of the glycerin given ആണ് 1.3 into 10⁻³ into velocities. ഇതാ നമുക്ക് വെലോസിറ്റി തന്നെ കാണും. നമ്മളെ കയ്യിൽ വെലോസിറ്റി ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കിക്കോ. നമ്മളെ കയ്യിൽ വെലോസിറ്റി വേണമല്ല, പക്ഷെ നമുക്ക് എന്തറിയാം? ഫ്ലോ റേറ്റ് അറിയാം. സോ ആക്ച്വലി ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്?
ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഫ്ലോ റേറ്റ്. സോ വെലോസിറ്റി വിൽ ബി ഹൗ മച്ച്? ഫ്ലോ റേറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. സി, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്? ഫ്ലോ റേറ്റ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്? ഫ്ലോ റേറ്റ്. സോ വെലോസിറ്റി എന്തായിരിക്കും? ഫ്ലോ റേറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ അത് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്താ കിട്ടുന്നത്? ഫ്ലോ റേറ്റ് എത്രയായിരുന്നു? ഫ്ലോ റേറ്റ് എത്രയായിരുന്നു? 3.08 into 10⁻⁶. 3.08 into 10⁻⁶ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ നമുക്ക് എങ്ങനെ കാണാം? പൈ ആർ സ്ക്വയർ കണ്ടൂടെ? റേഡിയസ് 10⁻² ആയിരുന്നു. സോ പൈ ദാറ്റ് ഈസ് 3.14. കറക്റ്റ്. 3.14 into 10⁻⁻⁴. സോ വെലോസിറ്റി വരുന്നത് 0.98 സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ, 0.98 സെന്റിമീറ്റർ പെർ സെക്കൻഡിലാണ് എന്ത് കിട്ടുന്നത്? വെലോസിറ്റി കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് വെലോസിറ്റി കിട്ടി. സോ വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാം. സോ 0.98 സെന്റിമീറ്റർ പെർ സെക്കൻഡ്, അതുകൊണ്ട് 10⁻² എടുക്കണം. 10⁻². ഡയമീറ്റർ റേഡിയസ് 1 അല്ലേ? ഡയമീറ്റർ 2 ആയിരിക്കും, 2 സെന്റിമീറ്റർ. സോ 2 into 10⁻². 2 into 10⁻². കറക്റ്റ്. റേഡിയസ് 1 സെന്റിമീറ്റർ ആയിരുന്നില്ലേ? യെസ്. സോ 2 into 10⁻² ഡിവൈഡഡ് ബൈ ഈറ്റ, ദാറ്റ് ഈസ് വിസ്കോസിറ്റി 0.83. ഇത് വരുന്ന എത്രയാണെന്ന് അറിയാവോ? 3.07 into 10⁻⁻1. അതായത് റെയ്നോൾഡ്സ് നമ്പർ വരുന്നത് 0.31 ആണ്. സോ ഈ റിനോൾഡ്സ് നമ്പർ ആക്ച്വലി എന്താണ്? റിനോൾഡ്സ് നമ്പർ ആക്ച്വലി ലെസ് ദാൻ 1000 അല്ലേ? സോ ലെസ് ദാൻ 1000 ആണ്. നമുക്ക് എന്ത് പറയാം? ഫ്ലോ ഈസ് ലാമിനാർ. സോ ഫ്ലോ എന്താണ്? ഫ്ലോ ഈസ് ലാമിനാർ. ഫ്ലോ എന്താണ്? ലാമിനാർ ഫ്ലോ ആണ്. സോ സോൾവ് ചെയ്തു. നമ്മൾ പ്രഷർ ഡിഫറൻസും കണ്ടു, ഫ്ലോ ലാമിനാർ ആണെന്ന് എന്ത് ചെയ്തു? പ്രൂവൻ ചെയ്തു. ഓക്കെ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 114. സി, in a test experiment on a model aeroplane in a wind tunnel, the flow speeds on the upper and lower surface of the wing are 70 meter per second. Okay, upper surface ലുള്ള സ്പീഡ് 70 meter per second, lower surface ലുള്ള വിങ്ങിന്റെ lower surface ലുള്ള സ്പീഡ് 63 meter per second. What is the lift on the wing if its area? സോ ആക്ച്വലി വിങ്ങിന്റെ ഏരിയ 2.5 മീറ്റർ സ്ക്വയർ ആണ്. വിങ്ങിന്റെ ഏരിയ എത്രയാണ്? 2.5 മീറ്റർ സ്ക്വയർ. സോ ആ വിങ്ങിൽ ഉണ്ടാവുന്ന ലിഫ്റ്റ് എത്രയാണ്? ചോദ്യം. ടേക്ക് ദ ഡെൻസിറ്റി ഓഫ് എയർ ടു ബി 1.3 kilogram per meter cube. ഓക്കെ, സോ ലെറ്റ്സ് സോൾവ് ദാറ്റ്. സോ അപ്പർ സർഫസ് ലോവർ സർഫസിലുള്ള വെലോസിറ്റി ഗിവൺ ആണ്. സോ വെലോസിറ്റി ഡിഫറെന്റ് വെലോസിറ്റി ആണ്. സോ ദർ വിൽ ബി എ പ്രഷർ ഡിഫറൻസ്. സിമ്പിൾ, ദർ വിൽ ബി എ പ്രഷർ ഡിഫറൻസ്. സോ പ്രഷർ ഡിഫറൻസ് ഉണ്ട്, അവിടെ എന്താ? ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ആണ് ആക്ച്വലി ദ ലിഫ്റ്റ്. ആ ലിഫ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കാണേണ്ടത്. സപ്പോസ് ഇതാണ് നമ്മള് വിങ്ങിന്റെ ക്രോസ് സെക്ഷൻ എന്നെടുത്തു. സി, ഇതാണ് വിങ്ങിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ, ഇതാണ് വിങ്ങിന്റെ ക്രോസ് സെക്ഷൻ എന്നെടുത്താൽ സി, സോ മുകളിൽ കൂടി പോകുന്ന എയറിന്റെ സ്പീഡ് എത്രയാണ്? ഇങ്ങനെയാണ് മുകളിൽ കൂടി പോകുന്ന എയർ, താഴെ കൂടി പോകുന്ന എയർ. ഓക്കെ, മുകളിൽ കൂടി പോകുന്ന എയറിന്റെ സ്പീഡ് 70 meter per second, താഴെ കൂടി പോകുന്നതോ 63 meter per second. സിമ്പിൾ. സോ നമുക്കറിയാം ബെർണോളീസ് ഇക്വേഷൻ. എന്താണ് ബെർണോളീസ് ഇക്വേഷൻ? ബെർണോളീസ് ഇക്വേഷൻ ഈസ് P plus half rho v square plus rho gh is a constant. ഇവിടെ h രണ്ടിടത്തിലും സെയിം അല്ല, ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് സെയിം എടുക്കാം. സോ ആക്ച്വലി P plus half rho v square is a constant എടുക്കാം. പ്രഷർ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ് എടുക്കാം. സോ മുകളിൽ നോക്ക്, മുകളിൽ വെലോസിറ്റി കൂടുതൽ, അടിയിൽ വെലോസിറ്റി കുറവ്. മുകളിൽ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും, അടിയിൽ പ്രഷർ കൂടുതലായിരിക്കും. സോ പ്രഷർ കൂടുതൽ അടിയിൽ, സോ ഇങ്ങോട്ടേക്ക് എന്തൊരു ലിഫ്റ്റ്, ഒരു പുള്ള് വരും. സോ ആ ലിഫ്റ്റ് നമുക്ക് കാണാം ഫോഴ്സ് ഈക്വൽ ടു, ഫോഴ്സ് എന്തായിരിക്കും? ആ ഫോഴ്സ് വിൽ ബി ഏരിയ ഓഫ് ദ വിങ് ഇൻറ്റു പ്രഷർ ഡിഫറൻസ് ആയിരിക്കും. ഇതാണ് നമുക്ക് കാണേണ്ടത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ ഡിഫറൻസ് കാണാം. സോ പ്രഷർ ഡിഫറൻസ് കാണുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പർ സർഫസിലും ലോവർ സർഫസിലും ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ അപ്പർ സർഫസിൽ ബെർണോളിസ് ഇക്വേഷൻസ്, ഞാൻ ഇവിടെ V1 എടുത്തു, വെലോസിറ്റി V2 എടുത്തു, ഇവിടെ പ്രഷർ V1 എടുത്തു, പ്രഷർ P2 എടുത്തു. സോ അപ്പർ സർഫസിലും ലോവർ സർഫസിലും നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാം? P1 plus half rho V1 square is equal to P2 plus
ഹാഫ് റോ V2 സ്ക്വയർ. സോ പ്രഷർ ഡിഫറൻസ് ആർക്കാണ് പ്രഷർ കൂടുതൽ? P2 അല്ലേ കൂടുതൽ. സോ P2 മൈനസ് P1 വിൽ ബി ഹൗ മച്ച്? ഹാഫ് റോ കോൺസ്റ്റന്റ് ആയിരിക്കും, V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ. സോ ഇതാണ് എന്ത്? പ്രഷർ ഡിഫറൻസ്. ദിസ് ഇസ് ആക്ച്വലി ദ പ്രഷർ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഡെൽറ്റ പി. സോ ഡെൽറ്റ പി ഈസ്, സോ ഫോഴ്സ് എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡെൽറ്റ പി. ഏരിയ ഇൻറ്റു ഡെൽറ്റ പി. സോ ഫോഴ്സ് ഐ ക്യാൻ റൈറ്റ് ഏരിയ ഇൻറ്റു ഡെൽറ്റ പി. വാട്ട് ഈസ് ഡെൽറ്റ പി? ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ. ഓക്കെ, ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ. സോ നമുക്ക് ഫോഴ്സ് കാണാം. സോ എല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. V1 ഉണ്ട്. സോ V1 എത്രയാണ്? 70 മീറ്റർ പെർ സെക്കൻഡ്. കറക്റ്റ്. V2 എത്രയാണ്? 63 മീറ്റർ പെർ സെക്കൻഡ്. കറക്റ്റ്. ഡെൻസിറ്റി എത്രയാണ്? മറ്റേ ഒന്ന് 70 ഒന്ന് 63 ആണ്. ഡെൻസിറ്റി 1.3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി 1.3 ആണ്. ഡെൻസിറ്റി 1.3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഏരിയ ഓഫ് ദ വിങ്. ഏരിയ ഓഫ് ദ വിങ് എത്രയാണ്? വിങ്ങിന്റെ ഏരിയ എത്രയാണ്? 2.5 മീറ്റർ സ്ക്വയർ. സോ ഏരിയ എങ്ങനെയാണ്? 2.5 മീറ്റർ സ്ക്വയർ. സോ എല്ലാ വാല്യൂസും ഗിവൺ ആണ്. ജസ്റ്റ് നമ്മുടെ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഫോഴ്സ് F ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു ഹാഫ് ഇൻറ്റു 1.3 ഇൻറ്റു 70 സ്ക്വയർ മൈനസ് 63 സ്ക്വയർ. സോ ഈ ഫോഴ്സ് എത്ര വരുന്നത്? സോ ആക്ച്വലി ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 1513 ന്യൂട്ടൺ ആണ്. സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കി ചെയ്താണെങ്കിൽ 1500 ന്യൂട്ടൺ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 1.5 കിലോ ന്യൂട്ടൺ. സോ ഇതാണ് അടിയിൽ നിന്നുള്ള ലിഫ്റ്റ്. 1.5 കിലോ ന്യൂട്ടൺ. 1.5 കിലോ ന്യൂട്ടൺ. 1.5 കിലോ ന്യൂട്ടൺ. സോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിക്കോ ഫിഗർ. സോ 13 run, 14 run, 15. Figure 9.20. This is the figure 9.20. A and B. Figure A, figure B refer to the steady flow of a non-viscous liquid. Okay, steady flow on. So we can apply what? We can apply Bernoulli's equation. Steady flow on. Which of the two figures is incorrect? എന്നാണ് ചോദ്യം. സി ഇത് ഞാൻ ഇവിടെ തന്നെ സോൾവ് ചെയ്യും, കാരണം ഇതിൽ മാത്തമാറ്റിക്സ് ഒന്നും ഇല്ല. സിമ്പിൾ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ സിമ്പിൾ ലോജിക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് എന്തറിയാം? ബെർണോളിസ് ഇക്വേഷൻ അതായത് രണ്ട് കേസിൽ നോക്കേണ്ടത് ഈ രണ്ട് ഏരിയ ആണ്. ഒന്നാമത്തത് ഈ ഏരിയ, രണ്ടാമത്തത് ഈ ഏരിയ. ഈ ഫിഗറിൽ നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തത് ഈ ഏരിയ, രണ്ടാമത്തത് ഈ ഏരിയ. സോ രണ്ട് ഏരിയ നോക്കുമ്പോൾ ഹൈറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഹൈറ്റ് രണ്ടിടത്തിലും കോൺസ്റ്റന്റ് എടുത്താൽ എനിക്ക് ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ P പ്ലസ് P ഹാഫ് റോ സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ്. രണ്ടിടത്തിലും സെയിം ആണ്. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? പ്രഷർ എവിടെ കൂടുതൽ കുറവായിരിക്കും, വെലോസിറ്റി എവിടെ കൂടുതലായിരിക്കും. കറക്റ്റ്. ഇവിടെ നോക്കിക്കോ. ഇനി ഏരിയ ഓഫ് കണ്ടിന്യൂറ്റി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ പറയുന്നത്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. സോ ഏരിയ എവിടെ കുറവായിരിക്കും അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. സോ കറക്റ്റ്, സിമ്പിൾ അല്ലേ? നോക്കിക്കോ. ഒന്നാമത്തെ നമുക്ക് ആദ്യം ഫിഗർ എ അനലൈസ് ചെയ്യാം. ഫിഗർ എ അനലൈസ് ചെയ്ത് എനിക്ക് എന്താ മനസ്സിലാവും? സോ ഞാൻ ഇനി ഓരോ ഞാൻ ഈ റീജിയണ് കൊടുക്കാണ് റീജിയൻ 1. സോറി, ഞാൻ ഈ റീജിയന് കൊടുക്കാണ് എന്ത്? റീജിയൻ 1. ഈ വൈഡ് റീജിയൻ 1, നാരോ 2. ഇവിടെ അങ്ങനെ തന്നെ കൊടുക്കണേ. വൈഡ് റീജിയൻ 1, നാരോ റീജിയൻ 2. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി രണ്ട് റീജിയൻ കമ്പയർ ചെയ്താൽ വൈഡ് റീജിയൻ, ഒന്നാമത്തെ റീജിയനിൽ രണ്ടാമത്തെ റീജിയൻ കമ്പയർ ചെയ്തിട്ട് ഏരിയ എന്താണ് ഇടാ? ഏരിയ കൂടുതലാണ്. കറക്റ്റ്. ഏരിയ കൂടുതലല്ലേ? ഇതിന്റെ ഇംഗ്ലീഷ് സൈസ് വലുതായി, ഫോണ്ട് സൈസ്. യെസ്. സോ ഏരിയ കൂടുതലല്ലേ? ഏരിയ കൂടുതലാണ്. സോ ഏരിയ ഒന്നാമത്തെ റീജിയനിലാണ് കൂടുതൽ. കറക്റ്റ്. അതില്ല വൈഡ് ഏരിയ. കറക്റ്റ്. യെസ്. സോ ഏരിയ, സോ വെലോസിറ്റി 1 എന്തായിരിക്കും? കുറവായിരിക്കും. വെലോസിറ്റി 1 കുറവാണെങ്കിൽ പ്രഷർ 1 എന്തായിരിക്കും? കൂടുതലായിരിക്കും. കറക്റ്റ്.
സോ പ്രഷർ 1-ലാണ് കൂടുതൽ. പ്രഷർ കൂടുമ്പോ നമുക്കറിയാം പ്രഷർ കൂടുമ്പോ ഹൈറ്റ് ഓഫ് ദ കോളം കൂടും അല്ലെ? ഹൈറ്റ് ഓഫ് ദ കോളം കൂടും. സോ ഹൈറ്റ് ഓഫ് ദ കോളം കൂടും. സോ ഹൈറ്റ് ഓഫ് ദ കോളം നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ പ്രഷർ ആർക്കാണ് കൂടുതൽ? 1. സോ 1-ലായിരിക്കണം ഹൈറ്റ് ഓഫ് ദ കോളം കൂടേണ്ടത്. പ്രഷർ കൂടുതൽ എവിടെയാണുള്ളത്? അവിടെയുള്ള കോളത്തിന്റെ ഹൈറ്റ് ആയിരിക്കും കൂടുതൽ. പ്രഷർ ആർക്കാണ് കൂടുതൽ? ഒന്നാമത്തെ റീജിയണിൽ. ഒന്നാമത്തെ റീജിയൻ പ്രഷർ കൂടുമ്പോൾ ഏത് റീജിയണിലായിരിക്കണം ഹൈറ്റ് കൂടേണ്ട? ഒന്നാമത്തെ ഹൈറ്റ് കുറവല്ലേ? ഇത് ഇൻകറക്റ്റ് ആണ്. ഇവിടെ നോക്കിക്കോ, ഇവിടെയും സെയിം പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ ഏരിയ 1 ഗ്രേറ്റർ ദാൻ ഏരിയ 2. സോ വെലോസിറ്റി 1 ലെസ് ദാൻ വെലോസിറ്റി 2. സോ പ്രഷർ അറ്റ് 1 ഗ്രേറ്റർ ദാൻ പ്രഷർ അറ്റ് 2. ആക്ച്വലി ഏരിയ പ്രഷർ ആക്ച്വലി സെയിം പ്രപ്പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. സോ പ്രഷർ 1 ഗ്രേറ്റർ ദാൻ പ്രഷർ 2. സോ പ്രഷർ കൂടി ഇവിടെ ഹൈറ്റ് ഓഫ് ദ കോളം കൂടണം. സോ ഹൈറ്റ് ഓഫ് ദ കോളം ഹൈറ്റ് 1-ലല്ലേ കൂടുതൽ ഹൈറ്റ് 2-നേക്കാൾ. സോ ഈ ക്വസ്റ്റൻ എന്താണ്? കറക്റ്റ് ആണ്. ഈ ഫിഗർ എന്താണ്? കറക്റ്റ് ആണ്. സോ ഫിഗർ ബി ഈസ് ദ കറക്റ്റ്. And figure A is incorrect. Correct. Figure B is correct. Figure A is incorrect. Figure A is incorrect. And figure B is, I can write, correct. Okay. Let's move to next question. Question number 16. Question number 16. Nani question പറയുന്നത് the cylindrical tube of a spray pump has a cross section of 8 centimeter square at one end. Okay, ഒരു എൻഡിൽ 8 centimeter square ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ. which has 40 fine holes of each of diameter 1 millimeter. മറ്റേ എൻഡില് 40 ഒരേ സൈസുള്ള ഹോൾ ഉണ്ട്. ഓരോ ഹോളിന്റെയും സൈസ് 1 millimeter. If the liquid flow inside the tube is liquid flow inside the tube 1.5 meter per minute. Liquid flow is given. ഒരു മിനിറ്റിൽ 1.5 meter ഇത് കവർ ചെയ്യും. So what is the speed of ejection of the liquid through the hole? So വെലോസിറ്റി given ആണ്. ഒരു എൻഡിലുള്ള മറ്റേ എൻഡിലുള്ള സ്പീഡ് ഓഫ് എജക്ഷൻ. ദാറ്റ് ഇസ് മറ്റേ എൻഡിലുള്ള വെലോസിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. സോ ഏത് ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? Yes, it's pretty clear that we have to use equation of continuity. Equation of continuity എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ആദ്യം നമുക്ക് അത് എന്ത് ചെയ്യാം? പിക്ചോറിക്കലി നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതാണ് പിക്ചോറിക്കലി നോക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഇത് ഫസ്റ്റ് എൻഡ്, ഇതോ അതിന്റെ രണ്ടാമത്തെ എൻഡ്. ഓക്കെ, ഇവിടെ ഫുൾ എന്താണ്? ഇവിടെ ഫുള്ള് ഹോൾസ് ആണ് അല്ലേ? 40 ഒരേ സൈസുള്ള ഫൈൻ ഹോൾസ് ഉണ്ട് അല്ലേ? ആണ്. സോ എടുക്കാണ്. സോ ഇവിടെയുള്ള ഏരിയ ഞാൻ ഏരിയ 1 ആക്കി എടുത്തു. ഇവിടെയുള്ള ഏരിയ 2 എടുത്തു. വെലോസിറ്റി U1 എടുത്തു. വെലോസിറ്റി 2 എടുത്തു. സോ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. സോ ഏരിയ 1 എത്രയാണ് ഗിവൺ നോക്കാം. ഏരിയ 1 ഈസ് ഹൗ മച്ച്? 8 centimeter square. 8 centimeter square ആണ്. സോ ഏരിയ അറ്റ് 1 ഈസ് 8 centimeter square. എനിക്ക് എങ്ങനെ എഴുതാം? 8 into 10⁻⁻⁴ meter square. ഇനി വെലോസിറ്റി അറ്റ് റീജിയൻ 1 എത്രയാണ്? വെലോസിറ്റി അറ്റ് റീജിയൻ 1 ഈസ് 1.5 meter per minute. 1.5 meter per minute. Okay. 1.5 meter per minute. ഇനി ഏരിയ അറ്റ് റീജിയൻ 2. ഏരിയ അറ്റ് റീജിയൻ 2 എന്ന് പറയുമ്പോൾ നോക്കിക്കോ, അവിടെ നമുക്ക് 40 ഫൈൻ ഹോൾസ് ഉണ്ട്. സോ 40 ഫൈൻ ഹോൾസ് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കേണ്ടി വരും? 40 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 40 ഇൻറ്റു ഓരോന്നിന്റെ ഏരിയ. സോ ഓരോന്നിന്റേതും πr² എടുക്കാം. ഡയമീറ്റർ എത്രയാണ് ഗിവൺ? ഓരോ ഹോൾസിന്റെയും ഡയമീറ്റർ എത്രയുടെ ഗിവൺ? ഓരോ ഹോൾസിന്റെയും ഡയമീറ്റർ വരുന്നത് 1 millimeter ആണ്. ഓരോ ഹോൾസിന്റെയും ഡയമീറ്റർ വരുന്നത് 1 millimeter ആണ്. സോ ഇവിടെയുള്ള ഓരോ ഹോൾസിന്റെയും ഡയമീറ്റർ എത്രയാണ്? 1 millimeter ആണ്. സോ 1 millimeter. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എന്തായിരിക്കും? റേഡിയസ് എന്തായിരിക്കും? 0.5 millimeter. സോ ഐ ക്യാൻ ടേക്ക് 5 into 10⁻⁻1 millimeter. അല്ലെങ്കിൽ ഞാൻ ഇതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെ എടുക്കേണ്ടി വരും? 5 into 10⁻⁻4 meter റേഡിയസ്. സോ ഏരിയ എന്തായിരിക്കും? ഓരോന്നിന്റെ ഏരിയ πr². സോ πr² ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണെന്ന് അറിയാവോ? πr² ഇടുമ്പോൾ കിട്ടുന്നത് which is equal to
0.314. നമ്മൾ സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ 0.314 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഇവിടെ മീറ്ററിലേക്ക് മാറ്റുന്നില്ല, ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ തന്നെ എടുക്കണം. കാരണം ഏരിയ യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആകും. സോ നമുക്ക് V2 അല്ലേ കാണേണ്ടത്, ഫ്ലോ വെലോസിറ്റി, ദാറ്റ് ഇസ് ഇജക്ഷൻ സ്പീഡ്. കാണേണ്ടത് V2 ആണ്. സോ നമുക്ക് സിംപിളി കാണാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കറക്റ്റ് ബൈ യൂസിങ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. By using equation of continuity. By using equation of continuity. By using equation of continuity, I can write A1 V1 is equal to A2 V2. So V2 will be how much? A1 by A2 into V1. V2 will be A1 by A2 into V1. Correct. സോ A1 എത്രയാണ് വരുന്നത്? A1 വന്നു 8 സെന്റിമീറ്റർ സ്ക്വയർ. സോ 8 സെന്റിമീറ്റർ സ്ക്വയർ. A2 0.314 സെന്റിമീറ്റർ സ്ക്വയർ. V1 1.5 മീറ്റർ പെർ മിനിറ്റ്. എനിക്കിവിടെ സെന്റിമീറ്റർ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. സോ എനിക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V2 comes out as V2 എത്ര വരുന്നത്? 38.2 മീറ്റർ പെർ മിനിറ്റ്. 38.2 മീറ്റർ പെർ മിനിറ്റ്. 38.2 മീറ്റർ പെർ മിനിറ്റ്. ഇനി ഇതിനേക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ കിട്ടും, നമ്മൾ 60 കൊണ്ട് ചെയ്താൽ മതി. സോ അത് എത്ര വരുന്നത്? 38 divided by 60 ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 0.64 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇജക്ഷൻ സ്പീഡ്. 0.64 മീറ്റർ പെർ സെക്കൻഡ് ഇജക്ഷൻ സ്പീഡ് ഓഫ് ഇജക്ഷൻ ഓഫ് ദി ലിക്വിഡ് ത്രൂ ഹോൾസ് എത്ര വരുന്നത്? 0.64 മീറ്റർ പെർ സെക്കൻഡ്. 0.64 മീറ്റർ പെർ സെക്കൻഡ്. 0.64 മീറ്റർ പെർ സെക്കൻഡ്. 0.64 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, that's done. So let's solve next. Question number 17. Question number 17 എന്താ പറയുന്നത്? We have a U-shaped wire is dipped in a soap solution and removed. Okay, ഒരു U-shaped wire ഉണ്ട്, അത് ഞാൻ സോപ്പ് സൊല്യൂഷനിൽ എന്ത് ചെയ്തു? ഡിപ്പ് ചെയ്തു. ഓക്കെ, and removed. The thin soap film formed between the wire and the light slider support a weight of 1.5 into 10⁻². Okay, ഇത്രയും വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നതിന് കഴിവുണ്ട്. which include the small weight of the slider also. Okay, the length of the slider is given. What is the surface tension of the film? ഫിലിമിന്റെ സർഫസ് ടെൻഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഫിലിമിന്റെ എന്താണ് കാണേണ്ടത്? നമ്മൾ സർഫസ് ടെൻഷൻ. എങ്ങനെ കാണാം നമുക്ക് നോക്കിക്കോ. പിക്ചോറിക്കലി അത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഇതാണ്, ഇങ്ങനെയാണ് കേസ് എന്ന് വിചാരിച്ചോ. ഇതാണ് എന്ത് ഫോം ചെയ്ത ഫിലിം. ഓക്കെ, ഇറ്റ്സ് ദ ഫിലിം. താഴോട്ടേക്ക് വന്നിട്ട് M mass, താഴോട്ടേക്ക് ഇട്ടുണ്ട് M mass. ഓക്കെ, സോ ഇവിടെയുള്ള സർഫസ് ടെൻഷൻ കൊണ്ടുള്ള ഫോഴ്സ് S×L. ഇവിടെ ഫിലിം ആയതുകൊണ്ട് 2 സൈഡ് 2SL. കറക്റ്റ്. സോ സിമ്പിളി പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 × S × L is equal to എത്ര വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്? 1.5 × 10⁻². അല്ലേ? സപ്പോർട്ട് ചെയ്യുന്ന വെയിറ്റ് 1.5 × 10⁻² ആണ്. ലെങ്ത് ഓഫ് ദ സൈഡർ ഗിവൺ ആണ് 30 സെന്റിമീറ്റർ. ഓക്കെ, ലെങ്ത് ഓഫ് ദ സൈഡർ 30 സെന്റിമീറ്റർ, or I can write 30 × 10⁻², or 3 × 10⁻⁻1. Correct. So surface tension S is equal to 1.5 × 10⁻² divided by 2 × length 3 ആണ്, 3 × 10⁻⁻1. Easy. So the surface tension S is equal to ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കിക്കോ. 30 ആയിരുന്നില്ല ലെങ്ത് ഓഫ് ദ സ്ലൈഡർ ആയിരുന്നു, സപ്പോർട്ട് ചെയ്ത് വെയിറ്റ്. ഓക്കെ, വാല്യൂസ് കറക്റ്റ് ആണ്. സോ ഇതിനെനിക്ക് 15 divided by 3 into 1/2 into 10⁻³ സോ 10⁻³ ആവും. 10⁻² ആക്കി എഴുതി കൂടെ ഇങ്ങനെ എഴുതാം.
സോ സർഫസ് ടെൻഷൻ S is equal to 15/3 5. 5/2 into 10⁻². Or surface tension I can write as 2.5 into 10⁻². Newton per meter. ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് സർഫസ് ടെൻഷൻ 2.5 into 10⁻² Newton per meter. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18. Question number 18. Okay. Question number 18. Where is question number 18? See, question number 18 shows a thin liquid film. It's a figure figure 9.21. 3 A part, B part, C part ഉണ്ട്. Shows a thin liquid film supporting a small weight. Okay, ഇവിടെ എത്ര weight ആണ് സപ്പോർട്ട് ചെയ്യുന്നത്? 4.5 into 10⁻² Newton. What is the weight supported by a film of the same liquid at the same temperature? Okay, നമുക്ക് നോക്കാം. See, so see 18 അല്ലേ question number 18. So നമുക്ക് 3 ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ, 18, 19, 20. ഞാൻ എന്ത് ചെയ്യാം, ഒരു പുതിയ ഇതിലേക്ക് പോകാം, കാരണം ഇതുവരെ ചെയ്തിട്ട് സ്പേസ് ഇല്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 18 ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് സ്പേസ് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18. ഓക്കെ, ഇതെല്ലാം ചെയ്തോളുന്നത് 18. ഓക്കെ, സിമ്പിൾ ആണ്. ഇത് നോക്ക്, ഇത് എല്ലായിടത്തും സെയിം ആയിരിക്കും. കാരണം എന്താണ്, സെയിം ലിക്വിഡ് ആണ്, സെയിം ടെമ്പറേച്ചർ. അങ്ങനെ ജസ്റ്റ് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. നോക്കിക്കോ, ഇങ്ങനെ എഴുതാം. സി, സിൻസ് the liquid is the same, for both. അല്ലെ, ലിക്വിഡ് സെയിം ആണ് രണ്ടിനും. പിന്നെയോ ടെമ്പറേച്ചർ ഈസ് ഓൾസോ സെയിം. അല്ലെ, temperature is also same for the both. പിന്നെയോ length of the film supporting the weight is ഓൾസോ ദ സെയിം. അല്ലെ, ഇത്രയും കാര്യങ്ങൾ സെയിം ആണ്. ലെങ്ത് സെയിം ആണ്, ടെമ്പറേച്ചർ സെയിം ആണ്, പിന്നെയോ ലിക്വിഡും സെയിം ആണ്. ഈ 3 കാര്യം സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും, ടോട്ടൽ വെയിറ്റ് സപ്പോർട്ടഡ് in each case is 4.5 into 10⁻² Newton. So total weight supported in each case will be same only. ആണ്. എന്തുകൊണ്ടാണ് സെയിം ആയത്? സിമ്പിൾ റീസൺ ആണ്. ലിക്വിഡ് സെയിം ആണ്, ടെമ്പറേച്ചർ സെയിം ആണ്, ലെങ്ത് ഓഫ് ദ ഫിലിമോ സപ്പോർട്ട് ചെയ്യുന്ന ഫിലിമോ ലെങ്തും എന്താണ്, സെയിം ആണ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് ഈസ് ദ പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ് ഓഫ് മെർക്കുറി ഓഫ് റേഡിയസ് 3 millimeter at room temperature? Okay. Pressure inside a drop of mercury of radius 3 millimeter കാണണം at room temperature. Surface tension of mercury at that temperature, that is 20 degrees Celsius, is 4.65 into 10⁻⁻1 Newton per meter. ഓക്കെ, മെർക്കുറിയുടെ സർഫസ് ടെൻഷൻ ഗിവൺ ആണ്, അറ്റ്മോസ്ഫറിക് പ്രഷറും ഗിവൺ ആണ്. ഓൾസോ ഗിവ് ദ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ്. എക്സസ് പ്രഷർ കാണണം, പിന്നെ മെർക്കുറി ഡ്രോപ്പിന്റെ അകത്തുള്ള പ്രഷർ കാണണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണണം. ഓക്കെ, സിമ്പിൾ അല്ലേ? എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ ഇതിൽ ഡ്രോപ്പ് ആയതുകൊണ്ട് നമുക്ക് അന്നേരം 2s/r. എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? എക്സസ് പ്രഷർ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2s/r. എക്സസ് പ്രഷർ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2s/r. ഓക്കെ, അതാണ് എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക്
total pressure see total pressure inside the mercury mercury drop. Okay, second take total pressure inside the drop, total pressure inside the mercury drop, total pressure inside the mercury drop, total pressure inside the mercury drop will be equal to excess pressure, that is 2s by r plus atmospheric pressure. Easy. Okay, surface tension given ആണ്. Surface tension എത്രയാ given? Surface tension is given as 4.65 into 10 raised to minus 1. 4.65 into 10 raised to minus 1. 4.65 into 10 raised to minus 1 unit of Newton per meter. Unit given ആണ് എത്ര? Newton per meter. Atmospheric pressure given ആണ്. Atmospheric pressure എത്ര given? 1.01 into 10 raised to 5 Pascal. 1.01 into 10 raised to 5 Pascal. Radius, that is small r, is given how much? 3 millimeter. So 3 millimeter എങ്ങനെ എടുക്കാം എനിക്ക്? 3 millimeter, that is 3 into 10 raised to minus 3 meter. Correct? 3 millimeter അല്ലേ? യെസ്. ഓക്കെ. സോ നമ്മൾ എല്ലാ വാല്യൂസും അറിയണം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കറക്റ്റ്. സോ ടോട്ടൽ പ്രഷർ ഇൻസൈഡ് ദ മെർക്കുറി ഡ്രോപ്പ് വിൽ ബി ഈക്വൽ ടു 2 into surface tension is how much? 4.65 into 10 raised to minus 1 by radius is 3 into 10 raised to minus 3 plus 1.01 into 10 raised to 5 Pascal. കറക്റ്റ് ചെയ്താ കിട്ടുന്നത്. സി നോക്കിക്കോ, 2 into 4.65 എത്ര വരും? 2 സി 10 അല്ലെ? 1 ബാക്കി 13, 1 ബാക്കി 9. സോ 9.30 ആണോ? യെസ്, 9.30 ഡിവൈഡഡ് ബൈ 3. 9.3 എടുക്കാം. 9.3 by 3 into 10 raised to 2. കറക്റ്റ്. 9.3 into 9.3 by 3 into 10 raised to 2. കറക്റ്റ് അല്ലേ? 9.3 by 3 3.1 എടുത്തൂടെ? സോ 3.1 into 10 raised to 2. ആക്ച്വലി എത്രയാണിത്? 310 Pascal. 310 Pascal. അതിലൂടെ അറ്റ്മോസ്ഫറിക് പ്രഷർ ആഡ് ചെയ്യണ്ടേ? സോ അറ്റ്മോസ്ഫറിക് പ്രഷർ ആഡ് ചെയ്താൽ 310 പ്ലസ് 1.01 into 10 raised to 5. 1.01 into 10 raised to 5. Correct. 1.01 into 10 raised to 5. 1.01 into 10 raised to 5. So add ചെയ്താൽ എത്ര കിട്ടും മൊത്തത്തില്? 1.01310 into 10 raised to 5 Pascal. കിട്ടിയില്ലേ? ടോട്ടൽ പ്രഷർ ഇൻസൈഡ് കിട്ടി. എക്സസ് പ്രഷർ എത്ര വരുന്നത്? ഇതായിരുന്നു എക്സസ് പ്രഷർ. ഈ 310 പാസ്കലിലെ ഇതാണ് എക്സസ് പ്രഷർ. 310 പാസ്കൽ ആണ് എന്ത്? എക്സസ്. ഓക്കെ, സോ ദായ ആ ക്വസ്റ്റ്യൻ ഓവർ. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9.20. What is the excess pressure inside a bubble of soap solution of bubble of soap solution ആണ് of radius. സോ ഇവിടെ എന്തായിരിക്കും? 4s/r ആയിരിക്കും എക്സസ് പ്രഷർ. കറക്റ്റ്. ബബിൾ ആയതുകൊണ്ട് തന്നെ എക്സസ് പ്രഷർ എത്ര വരിക? ബബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എക്സസ് പ്രഷർ 4s/r ആയിരിക്കും. കറക്റ്റ്. സി റേഡിയസ് ഗിവൺ ആണ്. Given that the surface tension of soap solution at the temperature 20 degrees Celsius is 2.50 into 10 raised to minus 2 Newton per meter. Surface tension given ആണ്. If an air bubble of the same dimension were formed at depth of 40 centimeter. Okay, air bubble എന്ന് പറയുമ്പോൾ എന്താണത്? 2s/r. കറക്റ്റ് അല്ലേ? Inside a container containing soap solution of relative density 1.20, what would be the pressure inside the bubble? So you have to find out what would be the pressure inside the bubble. Okay, ആദ്യം നമുക്ക്
ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 4s pressure, excess pressure കാണാം അല്ലേ? സോ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ സോപ്പ് ബബിൾ കാണാം. സോ എക്സസ് പ്രഷർ കാണാം. അതിന് എല്ലാ വാല്യൂസും ഗിവൺ ആണ്. സർഫസ് ടെൻഷൻ ഗിവൺ ആണ്. എത്രയാണ്? 4.65 into 10⁻⁻1 Newton per meter. Radius r of 3 millimeter, that is 3 into 10⁻³ meters. എല്ലാം ഗിവൺ അല്ലേ? എല്ലാം ഗിവൺ ആണ്. സോ ഡെൽറ്റ പി is equal to 4 into 4.65 into 10⁻⁻1 divided by 3 into 10⁻³ സോൾവ് ചെയ്ത് എത്ര കിട്ടുന്നത്? 4 into 4.65 0 2 6 4 24 6 2 ബാക്കി 18 18.6 divided by 3 into 10⁻². 18.6 by 3 എത്ര? 18.6 by 3 വരുന്നത് 6.2. കറക്റ്റ് അല്ലേ? 6.2 അല്ലേ വരുന്നത്? ഇത് ഓക്കെ റേഡിയസ് 5 millimeter ആടാ. സോറി റേഡിയസ് 5 millimeter ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ റേഡിയസ് എടുത്തത്. സോറി. സോ റേഡിയസ് 5 ആണ്. സോ റേഡിയസ് മാറ്റാണ്ട് റേഡിയസ് ഇസ് 5 millimeter. It is 5 into 10⁻³ meter. So here comes 5. Here comes 5. So 18.6 divided by 5. 4 into സർഫസ് ടെൻഷൻ നേരത്തെ ക്വസ്റ്റ്യൻ എടുത്തത്. അത് നേരത്തെ ക്വസ്റ്റ്യൻ എടുത്തത്. സോ അതും മാറ്റണം. സോ ഗൈസ് നമുക്ക് എല്ലാം മാറ്റണം ഇവിടെ. സർഫസ് ടെൻഷൻ റേഡിയസ്. ഇവിടുത്തെ സർഫസ് ടെൻഷൻ എത്ര വരുന്നത്? സർഫസ് ടെൻഷൻ വരുന്നത് എന്നറിയാവോ? 2.50 into 10⁻². 2.5 into 10⁻² Newton per meter. Radius of 5 millimeter. Okay, radius of 5 millimeter. That is 5 into 10⁻³ meter. Okay. Yes. So excess pressure will be how much? 4s by r. So 4 into surface tension is 2.5 into 10⁻² divided by radius, that is 5 into 10⁻³ correct. So ഇത് എത്ര കിട്ടും? This will be 4 into 2.5, that is 10 only. 10 by 5 into 10⁻². This how much? 20, that is 20 Pascal. So excess pressure inside bubble എത്രയാണ്? 20 Pascal. So ഈ 20 Pascal എന്താണ്? ആക്ച്വലി excess pressure inside the bubble. So നമുക്ക് excess pressure കിട്ടി. ഓക്കെ, excess pressure inside the bubble കിട്ടി. ഇനി എന്താ കാണേണ്ടത്? ഇനി നമുക്ക് എയർ ബബിൾ നോക്കാം. എയർ ബബിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർ ബബിളിന്റെ എക്സസ് പ്രഷർ എന്തായിരിക്കും? Also CC solution. If an air bubble of the same dimension were formed at depth of 40 cm inside a container containing a soap solution, what would be the pressure inside the bubble? Okay, air bubble. Okay. And air bubble നോക്കിക്കോ. എയർ ബബിളിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എക്സസ് പ്രഷർ 2s by r ആയിരിക്കും. കറക്റ്റ്. സി 2s by r ആയിരിക്കും. സെയിം ഡയമെൻഷൻ ആണ്. സി സെയിം. സോ s 2.5 into 10⁻² divided by radius of 5 into 10⁻³ So it comes out as how much? 10 Pascal. 10 Pascal. So എയർ ബബിളിന്റെ അകത്തുള്ള എക്സസ് പ്രഷറോ 10 Pascal. സോ നമ്മൾ കയ്യിൽ പറയുന്നത് 20 Pascal എന്തായിരുന്നു? സോപ്പ് ബബിള്. 10 Pascal എയർ ബബിള്. 20 Pascal ഏതിന്റെ കാര്യത്തിലുള്ള എക്സസ് പ്രഷർ ആയിരുന്നു? സോപ്പ് ബബിൾ. എയർ ബബിളിന്റെ അകത്തുള്ള എക്സസ് പ്രഷറോ 10 Pascal. കറക്റ്റ്. ഇനി ഡെപ്ത്. സോ എത്ര ഡെപ്തിലാണ് നമ്മൾ കാണേണ്ടത്? at a depth of 0.4 meter. At a depth of 0.4 meter, the total pressure inside the air bubble. എത്രയായിരിക്കും? total pressure inside the air bubble എത്രയായിരിക്കും? total pressure inside the air bubble will be
എങ്ങനെ കാണുന്നത്? അറ്റ്മോസ്ഫെറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി പ്ലസ് എക്സസ് പ്രഷർ ദാറ്റ് ഈസ് 10 പാസ്കൽ. ഈ കാര്യത്തിൽ ഓക്കെ. എക്സസ് പ്രഷർ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. എക്സസ് പ്രഷർ കറക്റ്റ്. എക്സസ് pressure. Okay. So atmospheric pressure it is 1.01 into 10 raised to 5 Pascal. H rho g. H is 0.4. Density is 1.2 into 10 raised to 3. അല്ലേ? Relative density എന്ന് പറഞ്ഞിട്ട് 1.20 അല്ലേ കൊടുത്തത്. So density എത്രയായിരിക്കും? Density will be 1.2 into 10 raised to 3. Correct. 1.2 into 10 raised to 3. Acceleration due to gravity I'm taking as 9.8 only. Excess pressure എത്രയായിരുന്നടാ? ബബിളിന്റെ കേസിൽ, എയർ ബബിളിന്റെ കേസിൽ 10. സോ 10. സോ ഇത് ആക്ച്വലി വരുന്നത് നോക്കാം നമുക്ക് 1.06 into 10 raised to 5 Pascal. ഇതാണ് ആൻസർ. 1.06 into 10 raised to 5 Pascal. So answer എത്ര വരുന്നത്? 1.06 into 10 raised to 5 Pascal. So we completed C exercise solution. നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. സോ നമുക്ക് സി കുറച്ച് ടൈം ബാക്കിയുണ്ട്. നമുക്ക് ഓരോന്നിന്റെ എന്ത് ചെയ്യാം? ഡയമെൻഷൻ നോക്കാം. സി പ്രഷർ നോക്ക്. പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? പ്രഷർ P is equal to ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താടാ? ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മൾ സെപ്പറേറ്റ് എഴുതാൻ പാടില്ല. സി സെപ്പറേറ്റ് എഴുതാണെങ്കിൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ MLT raised to -2. ഏരിയയോ L സ്ക്വയർ. സോ പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ വരുന്നത്? ML raised to -1 T raised to -2. ML raised to -1 T raised to -2. കറക്റ്റ് അല്ലെ? ഈസി അല്ലേ? ML raised to -1 T raised to -2. അതാണ് പ്രഷർ. പ്രഷറിന്റെ ഡയമെൻഷൻ. പ്രഷറിന്റെ യൂണിറ്റോ പാസ്കൽ. പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ. And 1 atmospheric pressure is equal to 1.013 into 10 raised to 5 Pascal. And it is a scalar quantity. See, 1 atmospheric pressure is equal to 1.013 into 10 raised to 5 Pascal. And it is a scalar quantity. Okay. അടുത്ത കാര്യം നോക്കാം. രണ്ടാമത്തേത് ഡെൻസിറ്റി. സി ഡെൻസിറ്റി എല്ലാവർക്കും അറിയാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്? മാസ് ബൈ വോളിയം. സോ മാസ് ബൈ വോളിയം. മാസിന്റെ ഡയമെൻഷൻ M, വോളിയത്തിന്റെ ഡയമെൻഷൻ L3, ഡെൻസിറ്റി ഡയമെൻഷൻ ML raised to -3. കറക്റ്റ് അല്ലേ? ML raised to -3. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താടാ? ML raised to -3. that is mass by volume. Unit of kilogram per meter cube, and it is a scalar quantity. And what is specific gravity? Specific gravity is, everyone know that specific gravity is equal to what is specific gravity? Specific gravity is equal to density of any substance divided by density of water. Density of any substance divided by density of water. Density of any substance divided by density of water. The specific gravity is equal to density of any substance divided by density of water. സോ അതിന് ഡയമെൻഷൻ കാണോ? ഇല്ല. കാരണം ന്യൂമറേറ്ററിലും ഡെൻസിറ്റി, ഡിനോമിനേറ്ററിലും ഡെൻസിറ്റി. ഡയമെൻഷൻ ഇല്ല, യൂണിറ്റും ഇല്ല. ഓക്കെ. നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. സോ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമുക്ക് ഇൻ കേസ് നമ്മുടെ ഒരു ഡയമെൻഷൻ മറന്നുപോയിരിക്കട്ടെ. സോ നമ്മൾ എങ്ങനെ കാണും? ഈറ്റയുടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെ കാണും? സി വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാലോ. സി ഇക്വേഷൻ നമ്മൾ ഒരിക്കലും മറന്നു പോകുന്നില്ല. ഏത് ഇക്വേഷൻ? F is equal to eta A delta x by. സോ ആ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ആ ഇക്വേഷൻ നമുക്ക്
The SI unit of viscosity is Poiseuille, that is PA. PL. Its other units are Newton second, meter raised to minus 2, or Pascal second. Dimensions of viscosity are ml raised to minus 1, T raised to minus 1. ml raised to minus 1, T raised to minus 1. See, ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫോഴ്സിന് എന്താ പറയാ നമുക്ക് mlt raised to minus 2, ലെങ്ത് L, വെലോസിറ്റി LT raised to minus 1, ഏരിയ L square. So L square കട്ട് ചെയ്യുന്നു. So ml raised to minus 1, T raised to minus 1. കറക്റ്റ്. So ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ ml raised to minus 1, T raised to minus 1 ആണ്. എന്തിന്റെ ഡയമെൻഷൻ? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കറക്റ്റ്. ഡയമെൻഷൻ ഇതാണ് ml raised to minus 1, T raised to minus 1. SI യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് ഓർ പോയ്സെല്ലി. പോയ്സെല്ലിയസ് സ്കെലാർ ആണ്. ഓക്കെ. സർഫസ് ടെൻഷൻ ഈസ് mt raised to minus 2. കറക്റ്റ്. mt raised to minus 2 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് എന്ത് യൂണിറ്റ്, ആൻഡ് ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഓക്കെ. നമുക്ക് എക്സസ് പ്രഷറിന്റെ കാര്യം കുറച്ചുകൂടെ നോക്കാം. എക്സസ് പ്രഷർ. സി എക്സസ് പ്രഷർ. വെർ ഈസ് എക്സസ് പ്രഷർ? ഓക്കെ, നമ്മൾ ക്യാപ്പിലറി റേസ് ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നില്ല. ക്യാപ്പിലറി റേസ്. ഓക്കെ, എക്സസ് പ്രഷർ. വെർ ഈസ് എക്സസ് പ്രഷർ? ഇത് കണ്ട 4s/r ബബിൾ ആകുമ്പോ ഡ്രോപ്പിൽ 2s/r ആയിരുന്നു വരുന്നത്. സി ഡ്രോപ്പ് 2s/r. കറക്റ്റ്. ഓക്കെ. സോ ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് പറയുമ്പോൾ നമ്മൾ ഈ ഭാഗം ഒരിക്കലും സി എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. നോക്കിക്കോ. സോപ്സ്, detergents and dyeing substances are wetting agents. Why? When they are added, the angle of contact becomes small so that they may penetrate well and become effective. Waterproofing agents, on the other hand, are added to create a large angle of contact between the water and fibers. സോ വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആഡ് ചെയ്താൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുന്നു. ഡിറ്റർജന്റോ ഡൈയോ അല്ലെങ്കിൽ വെറ്റിംഗ് ഏജൻസോ ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയുന്നു. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താ ചെയ്യുന്നത്? ആ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അധികം ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ഓക്കെ, സർഫസ് ടെൻഷൻ, സർഫസ് എനർജി നമ്മൾ ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന്. സി വറീസവേഴ്സ്, ബെർണോളി. യെസ്, വിസ്കോസിറ്റി നമ്മൾ കണ്ടു. ഡൈനാമിക് ലിഫ്റ്റ് കണ്ടു. മാഗ്നസ് എഫക്ട് കണ്ടു. മാഗ്നസ് എഫക്ട് കണ്ടു. നമ്മള് എയറോഫോയിൽ കണ്ടു. എയർക്രാഫ്റ്റ് വിങ്ങിന്റെ ലിഫ്റ്റ് കണ്ടില്ലേ? കണ്ടു അത്. ആൻഡ് ബെർണോളിസ് ഇക്വേഷൻ വി ഹാവ് അവർ P plus half rho v square plus rho h is a constant. P plus half rho v square plus rho h is a constant. പിന്നെ നമ്മൾ സ്പീഡ് ഓഫ് റിഫ്ലക്സ് ടോറിസെല്ലീസ് ലോ കണ്ടു. റൂട്ട് ഓഫ് 2gh വന്നില്ലേ? ഇതായിരുന്നു പ്രോപ്പർ ഇക്വേഷൻ. റൂട്ട് ഓഫ് 2gh പ്ലസ് 2 into p minus p by rho. കറക്റ്റ്. യെസ്, ബെർണോളിസ് ഇക്വേഷൻ മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കണ്ടു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ഏരിയ ഇൻ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് കണ്ടു. ഏരിയ ഇൻ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ബൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമ്മൾ പാസ്കൽസ് ലോ പറഞ്ഞു. പാസ്കൽസ് ലോ. ഹൈഡ്രോളിക് മെഷീൻസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് കണ്ടു. A2/A1 is called mechanical advantage നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്തു. 1 torr equal to 133 പാസ്കൽ, 1 bar equal to 10⁵ പാസ്കൽ യൂണിറ്റ്സ് കണ്ടു. കറക്റ്റ്. ഗോജ് പ്രഷർ ഈസ് ആക്ച്വലി ρgh. കറക്റ്റ്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡാക്സ് ഈ നമ്മൾ ഫിഗറിൽ കണ്ടില്ലേ? യെസ്. ദെൻ ഗോജ് പ്രഷർ ρgh കണ്ടു. പാസ്കൽസ് ലോ പഠിച്ചു. Then C pressure F/A കണ്ടു. സോ ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. സോ താങ്ക് യു എവരി വൺ.